ഹലോ എവരി വൺ, വെൽക്കം ടു മാത്തസിസ് ഓൺലൈൻ ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് MAT 201 അഥവാ PD ആൻഡ് കോംപ്ലക്സ് അനാലിസിസ്. നമുക്ക് മാത്തമാറ്റിക്സിൻ്റെ സപ്ലിമെൻ്ററി പേപ്പേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന പേപ്പറുകളിലൊന്നാണ്. സപ്ലിമെൻ്ററി എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പറേഷനിലേക്ക് പോകുമ്പോൾ അതിന് കൃത്യമായ ട്രാക്കിലൂടെ എന്തെല്ലാം പഠിച്ച് എങ്ങനെ നമുക്ക് കൂടുതൽ സമയം ചിലവഴിക്കാനും നമ്മുടെ കയ്യിലില്ല അല്ലേ, ചുരുങ്ങിയ സമയം കൊണ്ട് എന്നാൽ വളരെ പ്രധാനപ്പെട്ടതും നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ്, അതിലൂടെ നമുക്ക് എത്ര സ്കോർ ചെയ്യാൻ പറ്റും. നമ്മുടെ സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ സ്കോർ ചെയ്യേണ്ടത് 40 ആണ് അല്ലേ. അപ്പോൾ വെറും 40 അല്ല നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്, ഇൻ ബിറ്റ്വീൻ 40 and 60. ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ 5 മൊഡ്യൂളാണ് നമുക്ക് ടോട്ടൽ പഠിക്കാനുണ്ടെന്നറിയാലോ. ഈ 5 മൊഡ്യൂളിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ പറഞ്ഞ റേഞ്ച് കടന്നു വരുന്നതെന്നുള്ളതാണ് നോക്കാനുള്ളത്. ഓക്കെ, സോ നമുക്ക് ആദ്യം പറയാനുള്ളത് മൊഡ്യൂൾ 1 പറ്റിയാണ്. ഓക്കെ, മൊഡ്യൂൾ 1 ഉം മൊഡ്യൂൾ 2 ആണ് PD ഭാഗങ്ങൾ വരുന്നത്. ഫോർമേഷൻ ഓഫ് PD, ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ, ലഗ്രാഞ്ചിസ് ഇക്വേഷൻ, ചാർപിറ്റ്സ് മെത്തേഡ്. പക്ഷേ ഇവിടെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ മെത്തേഡ്, ദെൻ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ആൻഡ് തേർഡ് വൺ ലഗ്രാഞ്ചിസ് ഇക്വേഷൻ. ഇതിൽ തന്നെ ലഗ്രാഞ്ചിസ് ഇക്വേഷനാണ് അല്പം ഒരു ബുദ്ധിമുട്ടുള്ളത് എങ്കിൽ പോലും നമുക്ക് ഈ ഒരു ഭാഗത്ത് സ്ഥിരം ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഒരുവിധം ക്വസ്റ്റ്യൻ വന്നാലൊക്കെ എങ്ങനെയെല്ലാം ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഈ മെത്തേഡിലൂടെ, അങ്ങനെ നമുക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഈ 3 മെത്തേഡ് പഠിച്ചാൽ തന്നെ ഈ സെക്ഷൻ കവർ ചെയ്താൽ തന്നെ നമുക്ക് ഒരുവിധം മാർക്ക് നമുക്ക് ഇതിന് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, താരതമ്യേന ബാക്കി 2 സെഷൻ എടുക്കാറുണ്ട്. ഫോർമേഷൻ ഓഫ് PD ഉണ്ട്, ചാർപിറ്റ്സ് മെത്തേഡ് ഉണ്ട്. അപ്പോൾ താരതമ്യേന ഇവർ 2 പേരാണ് ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മൊഡ്യൂൾ 2 ആപ്ലിക്കേഷൻ ഓഫ് PD ആണ് വരുന്നത്. ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇവിടെ നമുക്ക് 2 കാര്യങ്ങളാണ് വരുന്നത്, വേവ് ഇക്വേഷനും ഹീറ്റ് ഇക്വേഷനും. അപ്പോൾ ആദ്യം പറയാനുള്ളത് വേവ് ഇക്വേഷനെ പറ്റിയാണ്. 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ. വേവ് ഇക്വേഷനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഇവിടെ 2 കാര്യം നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഒന്നാമത്തെ കാര്യം അതിൻ്റെ ഡെറിവേഷൻ, വേവ് ഇക്വേഷൻ്റെ ഡെറിവേഷൻ. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ സൊല്യൂഷൻ്റെ ഡെറിവേഷൻ. ഓക്കെ അല്ലേ, ഇത് 2 ഡെറിവേഷനാണ്. അപ്പോൾ വേവ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനും വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഡിറൈവ് ചെയ്യാനും നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അത് ഒട്ടുമിക്ക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് നോക്കിയാൽ അത് കാണാൻ സാധിക്കും. ഓക്കെ അല്ലേ, ഡയറക്റ്റ് ക്വസ്റ്റ്യനായിട്ട് എപ്പോഴും വരാറുണ്ട്. അപ്പോൾ ഈ ഡെറിവേഷൻ പഠിച്ചിരിക്കുക. ഇതിൻ്റെ കൂടെ നമുക്ക് വരുന്നത് പ്രോബ്ലംസ് ആണ്, പ്രോബ്ലംസ് ഫ്രം വേവ് ഇക്വേഷൻ. ഓക്കെ അല്ലേ. അപ്പോൾ വേവ് ഇക്വേഷൻ എന്ന് കാര്യമായിട്ട് പറയാനുള്ളത് ഡെറിവേഷൻ, അതിൻ്റെ സൊല്യൂഷൻ്റെ ഡെറിവേഷൻ, ദെൻ പ്രോബ്ലംസ്. ഓക്കെ അല്ലേ. പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് ഹീറ്റ് ഇക്വേഷനാണ്. ഈ 2 കാര്യങ്ങളെ ഈ മൊഡ്യൂളിൻ്റെ അകത്ത് നമുക്ക് ടോട്ടൽ ഡിസ്കസ് ചെയ്യാൻ വരുന്നുള്ളൂ. അപ്പോൾ ഹീറ്റ് ഇക്വേഷൻ്റെ അകത്തും ഇതുപോലെ തന്നെ ഡെറിവേഷൻ, ഹീറ്റ് ഇക്വേഷൻ്റെ ഡെറിവേഷൻ, അതുപോലെ സൊല്യൂഷൻ്റെ ഡെറിവേഷൻ. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെയും ഈ 2 കാര്യങ്ങളും പ്ലസ് പ്രോബ്ലംസ് ഇതിൻ്റെ അകത്തും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കമ്പാരിറ്റീവ്ലി വേവുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യാന്നുണ്ടെങ്കിൽ ഹീറ്റ് ഇക്വേഷനിലെ പ്രോബ്ലംസ് കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാനുണ്ട്, അതേപോലെ കുറച്ചും കൂടെ ചെയ്തു പോകാനുമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്ത് സാധ്യമാകുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പ്രോബ്ലംസ് തന്നെ. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ മതി. ഒരു പക്ഷേ നിങ്ങൾക്ക് അത് ഔട്ട്പുട്ട് ഫിനിഷ് ചെയ്യാൻ സാധിക്കണം എന്നില്ല, ചിലപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല എന്ന് വരും. പക്ഷേ എന്നാൽ പോലും നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഇതിലേക്ക് മാർക്ക് എങ്ങനെ നമുക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നെസസറി സ്റ്റെപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഔട്ട്പുട്ട് തെറ്റി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാണ് മാർക്ക് കിട്ടും. അങ്ങനെയാണ് നമ്മളെ ഇവാലുവേഷൻ സ്കീം വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്തുനിന്ന് നമുക്ക് സേഫായിട്ട് ഈ പഠന ആൾക്കാരൊക്കെ ധാരാളം മതി. എന്നാലും നമ്മൾ നല്ലൊരു മികച്ചൊരു റേഞ്ച് തന്നെ നമുക്കിവിടെ കരസ്ഥമാക്കാൻ സാധിക്കും. നെക്സ്റ്റ് മൊഡ്യൂൾ 3 നമുക്ക് പോകാനുള്ളത്. മൊഡ്യൂൾ 3 ഓൺവേർഡ്സ് ആണ് കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ കോംപ്ലക്സ് അനാലിസിസിൻ്റെ തുടക്കം, ദാറ്റ് മീൻസ് കോംപ്ലക്സ് ഫംഗ്ഷൻ, ദെൻ കണ്ടിന്യൂയിറ്റി, ഡിഫറൻഷ്യബിലിറ്റി, അനാലിറ്റിക് ഫംഗ്ഷൻ, ഹാർമോണിക് ഫംഗ്ഷൻ, കൺഫോർമൽ മാപ്പിംഗ്, ഇങ്ങനെയാണ് ഇത് സിലബസ് അനുസരിച്ച് പോകുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ വ്യക്തമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ കണ്ടിന്യൂയിറ്റി. ഓക്കെ, ഈ ഭാഗത്തൊക്കെ ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട്.
3 മാർക്കിൻ്റെ ചെറിയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും. കണ്ടിന്യൂറ്റി. അതിൻ്റെ ശേഷം നമുക്ക് പറയാനുള്ളത് അനാലിറ്റിക് ഫങ്ഷൻസ്. അനാലിറ്റിക് ഫങ്ഷൻസ്, കണ്ടിന്യൂറ്റി, അനാലിറ്റിക് ഫങ്ഷൻസ്, ദെൻ ഹാർമോണിക് ഫങ്ഷൻസ്. ഹാർമോണിക് ഫങ്ഷൻസ്. ആൻഡ് ഫൈനലി കൺഫോർമൽ മാപ്പിംഗ്. കൺഫോർമൽ മാപ്പിംഗ്. കൺഫോർമൽ മാപ്പിംഗ് തന്നെ 4 കേസസ് വരുന്നുണ്ട്. മാപ്പിംഗ് അണ്ടർ ദ ട്രാൻസ്ഫോർമേഷൻ W=Z², മാപ്പിംഗ് അണ്ടർ ദ ട്രാൻസ്ഫോർമേഷൻ W=sin Z, മാപ്പിംഗ് അണ്ടർ ദ ട്രാൻസ്ഫോർമേഷൻ W=e⁻Z, ആൻഡ് മാപ്പിംഗ് അണ്ടർ ദ ട്രാൻസ്ഫോർമേഷൻ W=1/Z. ഇതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് W=Z² W=1/Z. ഇത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? എന്നാൽ തന്നെ നമുക്ക് മോശമല്ലാത്ത നല്ലൊരു റേഞ്ച് തന്നെ ഇവിടെ വാങ്ങിക്കാൻ സാധിക്കും. മൊഡ്യൂൾ 4 വരുന്നത് കോംപ്ലക്സ് ഇൻ്റഗ്രേഷനാണ്. കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇൻ്റഗ്രേഷൻ എന്നുള്ള ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉള്ളിലൊരു ഭയം ഉണ്ടാവും അല്ലേ? പക്ഷേ ആ ഇൻ്റഗ്രേഷനായിട്ട് നിങ്ങളിതിനെ വല്ലാതെ കൂട്ടിക്കുഴക്കേണ്ട. ഇവിടെ നമുക്ക് പേരിലൊരു ഇൻ്റഗ്രേഷൻ ഉണ്ടെങ്കിലും ടിപ്പിക്കൽ മെത്തേഡാണ്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചില റിസൾട്ടും കൺസെപ്റ്റും ഒക്കെ ഉണ്ട്, അത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് കണ്ടെത്താൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇവിടെ സിലബസ് അനുസരിച്ച് ഫസ്റ്റ് ഇവാലുവേഷൻ മെത്തേഡ്, സെക്കൻഡ് ഇവാലുവേഷൻ മെത്തേഡ്, ദെൻ കോഷീസ് ഇൻ്റഗ്രൽ തിയറം, കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല, ടൈലർ ആൻഡ് മാക്ലോറിൻ സീരീസ്, ഇങ്ങനെ വരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കോഷീസ് ഇൻ്റഗ്രൽ തിയറം ആൻഡ് സെക്കൻഡ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല, തേർഡ് വൺ ടൈലർ ആൻഡ് മാക്ലോറിൻ സീരീസ്. ഇത്രയും മതി, ധാരാളം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ മൊഡ്യൂൾ 4 കൊടുക്കുന്ന മെയിൻ എന്ന് പറയുന്ന ഏരിയാസ്. ഓക്കെ. ഇനി നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിലേക്കാണ് പോകേണ്ടത്. ലാസ്റ്റ് മൊഡ്യൂൾ വലിയൊരു മൊഡ്യൂളാണ്, ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് എൻ്റെ അകത്ത്. പക്ഷേ നമ്മളിതിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ലോറൻസ് സീരീസ്. അപ്പോൾ ലോറൻസ് സീരീസ് എടുത്തു പറയാൻ കാരണം ടൈലറും മാക്ലോറിനും നിങ്ങളിവിടെ കവർ ചെയ്യുന്നുണ്ട് 4th മൊഡ്യൂളിൻ്റെ എൻഡിൽ. അതിനോട് കൂടെ ഉണ്ടോ, അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണത്. അപ്പോൾ ടൈലറും മാക്ലോറിനും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ലോറൻറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് കാര്യമുണ്ട് താനും. എപ്പോഴും എസ് എ ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കിയാൽ കാണാം 7 മാർക്കിൻ്റെ ചോദ്യം, ചിലപ്പോൾ 3 മാർക്കിൻ്റെ ചോദ്യമൊക്കെ വരാറുണ്ട്. പാർട്ട് എയിൽ അഡീഷണൽ ആയിട്ട് 3 മാർക്കിനും എസ് എ ക്വസ്റ്റ്യൻ എന്തായാലും 7 മാർക്കിൻ്റെ ചോദ്യം ഈ ഭാഗത്ത് നിന്ന് മാത്രം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്രയും നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 60% ഓർ എബോവ്. ഓക്കെ അല്ലേ? അപ്പോൾ 60 to 65% ആണ് ഇവിടെ നമ്മൾ കവറേജ് ഏരിയ വരുന്നത്. അതായത് അത്രയും മാർക്ക് നിങ്ങൾക്ക് 100-ൽ വാങ്ങിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും എന്നാണ് പറയുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് 40 to 60 എന്നുള്ള ആ ഒരു സേഫ് ആൻഡ് കംഫർട്ട് സോണ് ഇവിടെ കരസ്ഥമാക്കാൻ സാധിക്കും ഈ ഒരു വ്യക്തമായ പഠനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ. ഓക്കെ അല്ലേ? അപ്പോൾ കൃത്യമായിട്ട് ഈ പറയുന്ന ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഈ പറയുന്ന ഭാഗങ്ങളിൽ നിന്നുള്ള ഓരോ ടോപ്പിക്കുകളാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ ഓൺലൈൻ റെക്കോർഡഡ് ക്ലാസ്സാണ് നിങ്ങൾക്ക് തരിക. അതിൽ കൃത്യമായിട്ട് ഒരുവിധം പ്രോബ്ലംസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്യും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ് നമ്മൾ സോൾവ് ചെയ്യും. അതിൻ്റെ പുറമെ നിങ്ങൾക്ക് PDF മെറ്റീരിയൽ സെൻഡ് ചെയ്തതും ചെയ്യും. അപ്പോൾ PDF മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യും. ഈ പറയുന്ന ഏരിയാസിനൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യും. അപ്പോൾ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നതിൽ കാര്യമില്ല അല്ലേ? അത് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നോക്കിയിട്ട് തന്നെ ഈസി ആയിട്ട് എഴുതിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ? അത് നിങ്ങൾ ക്ലാസ്സിൽ നോക്കിയിട്ട് എഴുതിയെടുക്കുക. അതായത് കുറച്ച് ന്യൂസ് പ്രിൻ്റ് നമ്മൾ വാങ്ങിച്ചാൽ മതി. ആ ന്യൂസ് പ്രിൻ്റ് നോക്കി എന്ത് ചെയ്യും, നിങ്ങൾ ഈ ക്ലാസ് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ക്ലാസ് ഒന്ന് കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങളൊന്ന് എഴുതി വെക്കുക. എഴുതി വെച്ച് പഠിക്കുക. ഓക്കെ അല്ലേ? അതാണ് ഒന്നും കൂടെ എഫക്റ്റീവ് ആവുക. അപ്പോൾ ഇതിൻ്റെ പുറമെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓക്കെ അല്ലേ, ഇതേ നമ്മൾ MIT 201 കഴിഞ്ഞ 4-5 വർഷമായിട്ട് ചോദിച്ചിട്ടുള്ള എല്ലാ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസും നമ്മൾ ഈ പറയുന്ന ഈ കവറേജിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഓക്കെ അല്ലേ, ഇവിടുന്ന് എത്ര ക്വസ്റ്റ്യൻ ഉണ്ട് അതൊക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ അതാണ് നിങ്ങൾക്ക് സോൾവ് ചെയ്തിട്ട് PDF മെറ്റീരിയലായിട്ട് തരും. ഇതേ കണ്ടിന്യൂറ്റി ഇങ്ങനെ തന്നെ ഈ ഓർഡർ തന്നെ നിങ്ങൾ ക്ലാസ്സിൻ്റെ ഓർഡർ തന്നെയാണ് നമ്മൾ PDF തരിക. അപ്പോൾ അതിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്ന ക്വസ്റ്റ്യൻ എന്തായിരിക്കും, പ്രീവിയസ് ഇയർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും കൂടെ കൂട്ടി കഴിഞ്ഞ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയി അല്ലേ. ഇവിടെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ സോൾവ് ചെയ്യുമെന്ന് പറഞ്ഞു, പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും, സോൾവ്ഡ് പ്രീവിയസ് ഇയർ. അപ്പോൾ ഇത്രയും പഠിച്ചാൽ തന്നെ ധാരാളമാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ഈ പേപ്പറിൽ പാസ്സാകുന്നുള്ള. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.